ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ട് മാവും മാങ്ങയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു മാവിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മാവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പക്ഷികൾക്കും ആനകൾക്കും മാത്രമായിട്ട് മാമ്പഴം ഇതിനകത്ത് ഉണ്ടാകുന്നത്. കാരണം നമുക്കൊരു മാങ്ങ പോലും നമുക്ക് കിട്ടാറുമില്ല. ഇതിന്റെ ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഈ ഒരു മാവിന്റെ ഈ അടിത്തട്ടിലായിരുന്നു അതിന്റെ കൊമ്പുകളൊക്കെ ഉള്ളത്. പക്ഷെ ആനകള് അതിന്റെ ഓരോ കൊമ്പുകളും ഒടിച്ചൊടിച്ച് മേള് വരെ ആയി. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ആന വന്നിട്ട് ഒടിച്ചിട്ട കൊമ്പുകളാണ് ഈ കിടക്കുന്നതൊക്കെ കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒടിച്ചിട്ട കൊമ്പുകളാണ്. കുറെ ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ഈ ചില്ലകളിലൊക്കെ കുറെ മാമ്പഴങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചില്ലകളെല്ലാം 2-3 ആനകൾ കൂടി ഒടിച്ചിട്ടതാണിത്. നോക്കിക്കേ, മാവൊന്ന് നോക്കിക്കേ, എന്തുമാത്രം മാമ്പഴങ്ങളാ ഇതിനകത്ത് കിടക്കുന്നതെന്ന്. പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഞാൻ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സൗണ്ട് നോക്കിക്കേ, നല്ല പക്ഷികളുടെ എല്ലാത്തിന്റെ സൗണ്ട്. ഈ മാവ് നിറച്ച് പക്ഷികളാണ്. കാരണം ഇതെല്ലാം കൊത്തി മാമ്പഴങ്ങൾ ഇതെവിടെ എല്ലാം ഇഷ്ടംപോലെ മാമ്പഴങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ഇനി ബാലൻസ് ഉള്ളത് ആനയും അതിന്റെ കൊമ്പുകളൊക്കെ ഒടിച്ച് ആനയും കുലുക്കി മാമ്പഴമൊക്കെ വന്ന് കഴിക്കും. ഇത് നോക്കിക്കേ, ഈ മാവിന്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ 2-3 വർഷം കൊണ്ട് ഈ ആന വന്ന് കൊമ്പുകൊണ്ട് കുത്തുന്നതാണ് ഈ സ്ഥലങ്ങൾ. ഇതുകൊണ്ടോ, കുറെയൊക്കെ ഇതിന്റെ ഭാഗം കുറെയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രയും ഭാഗം 2-3 വർഷം കൊണ്ട് മൊത്തം ആ കൊമ്പ് കൊണ്ടെല്ലാം കുത്തിയിടുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അടുത്ത വർഷത്തേനൊക്കെ ഈ മാവ് ഉണ്ടാവുമെന്ന്. കാരണം അത് ചുവടോടുകൂടി പിഴുന്നതാണ്. കാരണം ഇത് ഒരു ചരിവുണ്ട്. ഇങ്ങനെ കുത്തി ഈ ഒരു മാവിന് ഒരു ചരിവുണ്ട്. നോക്കിക്ക്, ഇഷ്ടംപോലെ മാങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആ മാമ്പഴം തിന്നാൻ യോഗമില്ല. മൊത്തം ഇവിടെ കൊമ്പുകളെല്ലാം കണ്ടില്ലേ? ആ മാവിന്റെ ചുറ്റിനും മൊത്തം കൊമ്പുകളൊക്കെയാണ്. ഒരുവിധം വെയിലൊക്കെ ഒന്ന് താന്ന് കഴിയുമ്പോഴത്തേന് ആനകൾ ഇറങ്ങിയിട്ട് ഇതിന്റെ ചുറ്റുവട്ടം വന്ന് ഇതാണ് ഈ മാവ് പിടിച്ച് കുലുക്കുക, മാങ്ങ വീഴുന്ന എല്ലാം കൂടെ പെറുക്കി തിന്നുക, വെള്ളം കുടിക്കുക, പോവുക. നോക്കിക്കേ, മാവ് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒരു മാങ്ങ കിട്ടാത്തതിൽ വളരെ സങ്കടവുമാണ്. കണ്ടില്ലേ നിങ്ങൾ, നിറച്ച് മാമ്പഴമായിട്ടുള്ള മാവ്. അപ്പം ഇതിന്റെ പ്രത്യേകതയാണ്, ഈ മാവിന്റെ പ്രത്യേകതയാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.